നല്ല ഹെൽത്തി ആയൊരു പാൻ കേക്ക് ഉണ്ടാക്കാനാണ് നമ്മളൊന്ന് പോകുന്നത്. വേണ്ടത് 2 മുട്ട. ഞാൻ 2 നാടൻ മുട്ടയാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് ആട്ടപ്പൊടി, ഒരു പഴുത്ത ബനാന, അല്പം പനങ്കൽക്കണ്ട് എടുത്തു, പിന്നെ കുറച്ച് ആൽമണ്ട് മിൽക്കിന് കുറച്ച് ആൽമണ്ടും. ഓക്കെ, 2 മുട്ടയുടെ വൈറ്റും യെല്ലോ കൂടി സെപ്പറേറ്റ് ചെയ്ത് വൈറ്റ് നന്നായിട്ട് മിക്സിയിൽ ബ്ലെൻഡ് ചെയ്യാം. ഓക്കെ, എഗ്ഗിൻ്റെ വൈറ്റ് നന്നായി ബീറ്റ് ചെയ്തതാണ് ഈ വൈറ്റ് കളറിൽ. എഗ്ഗിൻ്റെ മഞ്ഞക്കരു എടുത്ത് സെപ്പറേറ്റ് ആയിട്ട് 2 മഞ്ഞക്കരു, ഒരു ബനാന, ഒരു സ്പൂൺ 1.5 സ്പൂൺ പനങ്കൽക്കണ്ടം ചേർത്തതാണ് ഈ മിശ്രിതം. നന്നായി ബീറ്റ് ചെയ്ത് നന്നായി കറക്കിയ ശേഷം രണ്ടും തമ്മിൽ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഗോതമ്പിൻ്റെ പൊടി അല്ലെങ്കിൽ ആട്ടപ്പൊടി ഇടാവുന്ന. ഇതിലേക്ക് ഫൈനലായിട്ട് ഗോതമ്പിൻ്റെ ആട്ട നന്നായി അരച്ചിട്ട് ചേർത്തത്. മിൽക്കിന് പകരം ഞാനൊരു 10 ആൽമണ്ട് തൊലി കളഞ്ഞത് വെള്ളത്തിട്ടിച്ച് കുതിർത്തി തൊലി കളഞ്ഞതാണ് ആൽമണ്ട് മിൽക്കാണ് ചേർക്കുന്നത്. അങ്ങനെ വൈറൽ പാൻ കേക്ക് റെസിപ്പി ഇതേ കരുതിയിരിക്കുകയാണ്. നമ്മൾ ബാറ്റർ കറക്റ്റാക്കി കുറുക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ വെള്ളം കൂടി പോയാൽ ഇതുപോലത്തെ അബദ്ധങ്ങൾ പറ്റാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ലേൺ ഫ്രം ദ മിസ്റ്റേക്ക്. ഇതുണ്ടാക്കിയത് വലിയ കുഴപ്പമായി വന്നിട്ടില്ല. ഉണ്ടോ, ഓണക്കല്ലേ വരുന്ന ലേശം പൂക്കളെ വരയ്ക്കാൻ തോന്നി. നന്നായി വരുന്നുണ്ട്. ഹായ്, വെൽക്കം ബാക്ക് ടു ദ ബെറ്റർ പ്ലേസ്. എന്നൊക്കെ വിശദീകരിച്ച് എനിക്ക് പറയണമെന്നുണ്ട്. അതിന് മുന്നേ പാൻ കേക്കിലേക്ക് കിടക്കാം. ആദ്യത്തെ എൻ്റെ കരിഞ്ഞ പാൻ കേക്കിന് ശേഷം രണ്ടാമത് ഞാൻ ഒന്നും കൂടി ഉഷാറാക്കാൻ നോക്കി. ബട്ട് കരിഞ്ഞ പൂ പോലത്തെ പാൻ കേക്ക് ആയിരുന്നു. ലാസ്റ്റ് എനിക്ക് നല്ല അടിപൊളി പാൻ കേക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല ഹെൽത്തി ആയ ഒരു പാൻ കേക്കാണത്. സോ ഞാൻ അതിൻ്റെ മുകളിലേക്ക് 1 സ്പൂണ് തേൻ ഒഴിച്ചിട്ട് നല്ല ടോപ്പിംഗ് ഒക്കെ ചെയ്തിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നമുക്ക് നോക്കാം. കൊള്ളാം, സീരിയസ്ലി കൊള്ളാം. എനിക്ക് നന്നായി ഇഷ്ടപ്പെടുന്നുണ്ട്. ഞാൻ അധികം മധുരം ചേർത്തിട്ടില്ല. ഭയങ്കരമായിട്ട് ഒരു മീഡിയം മധുരത്തിനകത്ത് നിൽക്കുന്നത്. വളരെ സ്മൂത്തായിട്ട് നമുക്കിങ്ങനെ ചുമ്മാ കട്ട് ചെയ്തെടുത്ത് രാവിലെ വേണമെങ്കിൽ വേറെ ഡിഷസ് ഒന്നും ഇല്ലാതെ നമുക്ക് ഇതിൻ്റെ കൂടെ ഒറ്റയ്ക്ക് നമുക്ക് രാവിലെ കഴിക്കാവുന്നതല്ലോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ബൈ.